Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് ക്യാൻസർ ഉണ്ടാക്കുന്നു. ഹേയ് രാജ്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിൻ്റെ ബഡ്ജറ്റ് 70 ലക്ഷമാണ്. പുതിയൊരു ഹീറോയിനെ പരിചയപ്പെടുത്താൻ പോവുക. മാർക്കറ്റിൽ നിന്ന് ആവശ്യമുള്ള പണമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു 25 ലക്ഷം ആവശ്യമുണ്ട്. സഹായിക്കാൻ പറ്റുമോ? നീ ഓൾറെഡി എന്നോട് ഇങ്ങനെ പലതും പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് ഒരു 40 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട്. നിനക്കാണെങ്കിൽ ആ കാശ് തിരിച്ച് തരാനും പറ്റിയിട്ടില്ല. പോരാത്തതിന് നിന്റെ പഴയ ഹീറോയിൻ വിട്ടിട്ട് പോവുകയും ചെയ്തു. ഇപ്പം നീ പുതുതായിട്ട് ആരെയും വലയിൽ കുടുക്കിയിരിക്കുന്നത്? ചേട്ടൻ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പടം ഹിറ്റാകും. പ്ലീസ് താ ചേട്ടാ. എനിക്കിപ്പോൾ തന്നെ ഒരുപാട് ജോലികളുണ്ട്. നീ ദയവേത് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. സോ ഈ സഹായം പോലും ചേട്ടന് ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റില്ല. അതിരിക്കട്ടെ, ചേട്ടൻ പണം തരാൻ പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതെന്താ? അത് ചേട്ടൻ്റെ പണമല്ലല്ലോ. അത് നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് സമ്പാദിച്ച പണമാണ്. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാത്തിലും എനിക്കും ഈക്വൽ ഷെയർ ഉണ്ട്. അല്ല, നീ എന്താ പറഞ്ഞത്? എന്താ ചെവി കേൾക്കില്ലേ? നിങ്ങളുടെ അനിയത്തി മേഘ നിങ്ങളോട് വന്ന് പണം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നും പറയാതെ അവൾക്ക് ആവശ്യമുള്ള പണം എടുത്തു കൊടുക്കില്ലേ? മേഘ ഇതുവരെ എൻ്റെ അടുത്ത് അനാവശ്യമായിട്ട് ഒരു കാശ് പോലും ചോദിച്ചിട്ടില്ല. മനസ്സിലായോ? അതുമാത്രമല്ല, അവളുമായിട്ട് നീ നിന്നെ കമ്പയർ ചെയ്യരുത്. അച്ഛൻ മരിക്കുന്ന സമയത്തെ കമ്പനിക്ക് അങ്ങനെ പറയാൻ മാത്രം വലിയ ടേൺ ഓവർ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം ഒരുപാട് കടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫ്ലാറ്റ് പോലും ലേലത്തിന് വിൽക്കാനിരുന്ന. ഷെയർ മാർക്കറ്റ് ആണെങ്കിൽ അതും ഇടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബിസിനസ്സൊക്കെ എടുത്ത് നടത്തിയത് ആരാണ്? അപ്പം നീ എവിടെയായിരുന്നു? പഠിക്കാൻ കോളേജിലും പോകാതെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നില്ലേ? കോളേജിൽ നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്തു. എന്നിട്ട് ഞാനാണ് പ്രിൻസിപ്പളിനോട് റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും ആ കോളേജിൽ പഠിക്കാൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോൾ നീ എന്താ ചെയ്യുന്നത്? എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ചേട്ടാ, ഇതാ നോക്കി ചേട്ടാ, എനിക്ക് പണം തീർച്ചയായിട്ടും വേണം. എനിക്ക് വേറൊരു ജോലി അറിയത്തില്ല ചേട്ടാ. അതുകൊണ്ട് ഇത് ചെയ്താലേ മതിയാകത്തുള്ളൂ. ഒരു ഹിറ്റ് കൊടുത്താൽ മതി. മാർക്കറ്റിലുള്ള കടം മൊത്തം എനിക്ക് അടയ്ക്കാൻ സാധിക്കും. സഹായിക്കുക ചേട്ടാ, പ്ലീസ് സഹായിക്കുക. നീ നിർത്തുന്നുണ്ടോ? ഒന്ന് ദയവേത് ഇവിടുന്ന് പോകാൻ നോക്ക്. മിണ്ടാതിരി. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല രാജ്. എന്റെ ചേട്ടനെ ഇതുപോലെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അത് ശരി. ശരിയും തെറ്റും നീ എനിക്ക് പറഞ്ഞു തരികയാണോ? ഇങ്ങനെ കുറെ ശവങ്ങള്. രാജ്, നിന്നോട് അപേക്ഷിക്കുകയാണ്. ഇതുപോലൊന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ എന്താ? നീ ചേട്ടന്റെ കൂടെ നിന്ന് കാശെല്ലാം അടിച്ചു മാറ്റുകയല്ലേ? രാജ്, ബഹളം വെക്കുന്നോണ്ട് ഒരു പ്രയോജനവും ഇല്ല. മനസ്സിലായോ? നീ എന്താ കരുതിയത്? ഇടയ്ക്കിടയ്ക്ക് എന്റെ ചേട്ടന്റെ അടുത്ത് വന്ന് പണം വാങ്ങിക്കുന്ന കാര്യം ഞാൻ അറിയില്ലെന്ന് നീ കരുതിയോ? നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നു? എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നീ മാത്രം ഇല്ലെങ്കിൽ എന്റെ ചേട്ടൻ എനിക്ക് പണം തരുന്നതിൽ ഒരു പിശുക്കും കാണിക്കില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. നീയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ശാപം കെട്ടോള്. നീ ഉള്ളത് കൊണ്ടാ ചേട്ടൻ എന്നോട് ഒരു നായെ കാണുന്ന പോലെ പെരുമാറുന്നത്. രാജ്, ഒരു മിനിറ്റ്. എന്താ പറഞ്ഞേ? ഞാൻ ഉള്ളത് കൊണ്ടാണോ അദ്ദേഹം നിന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ചേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും എല്ലാത്തിനും കാരണം ഞാൻ മാത്രമാണെന്ന്. അതെ, നീ തന്നെയാ കാരണം. നീയാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. ഐ ഹേറ്റ് യു. നിന്നെ എനിക്ക് ഇഷ്ടമല്ല. നിന്നോട് ഞാൻ പകരം ചോദിക്കും. തീർച്ചയായിട്ടും പകരം ചോദിക്കും. രാജ്, രാജ്,
ചേട്ടാ, രാജ് ശരിക്കും അപ്സെറ്റാണ് ചേട്ടാ. അവൻ ചോദിക്കുന്നത് എന്താ ചേട്ടൻ ചെയ്തു കൊടുക്കത്തെ? അവൻ ചോദിക്കുമ്പോഴൊന്നും എനിക്ക് കാശ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ഞാനെന്തിനാ അവന് കാശ് കൊടുക്കണം? ഞാൻ അവൻ എത്ര കാശ് കൊടുക്കുന്നോ അത്രയും അവൻ മോശമാവുള്ളൂ. നീ ഞാൻ പറയുന്ന എല്ലാം അനുസരിക്കാറുണ്ട്. എന്നാൽ അവനോ? ഞാൻ പറയുന്നത് ഒന്നും അനുസരിക്കാത്ത ഒരുത്തനാണ് അവൻ. അവനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ദാ നോക്ക് ചേട്ടാ, രാജ് വീട്ടിലെ ഏറ്റവും ഇളവനാ. നമ്മൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാ ഇങ്ങനെ. അങ്ങനെയുള്ളപ്പോൾ അവന് നമ്മളല്ലാതെ വേറെ ആരാ സഹായിക്കാൻ? ഇത് നോക്ക് മേഘ, നീ ദയവേത് നീ അവന് വേണ്ടി എന്നോട് സംസാരിക്കരുത്. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ തീരുമാനം ശരിയായിരുന്നു എന്ന് അവർ പറയരുത്. അവനിനി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് തന്നെ വെച്ചോ. അപ്പോൾ ഈ പരാജയം എന്തായാലും അവന് ഉപകാരപ്പെടുകയുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എല്ലാത്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അവൻ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ അവനോട് എന്ത് ചെയ്തിട്ട് അവൻ എന്നോടിങ്ങനെ? എനിക്കറിയില്ല. എനിക്കത് ഒന്നും മനസ്സിലാവത്തെ. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേട്ടൻ തെറ്റിദ്ധരിക്കില്ലല്ലോ? നീ പറ. ചെറിയ പേടിയുണ്ട്. ചെറുതായിട്ടല്ല, കുറച്ച് നല്ല പേടിയുണ്ട്. രാജ് ഭയങ്കര സെന്റിമെന്റലാ. ഒരുപക്ഷെ ഇതുകൊണ്ട് തെറ്റായ തീരുമാനമല്ലോ എടുത്താ? അതാ എൻ്റെ പേടി. ചേട്ടാ, ഇപ്പം തന്നെ താമസിച്ചു. ഞാൻ ഇറങ്ങുക. ഞാൻ ഉച്ചക്കലത്തേക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കഴിക്കണേ. എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് തരണമെന്ന് ആ ജോലിക്കാരൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്കണേ. അത് മാത്രം മതി. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്. താങ്ക് യു. പിന്നൊരു കാര്യം, ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 50 ലക്ഷം അയച്ചിട്ടുണ്ട്. എന്തിന്? നിന്റെ NGOക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിലുണ്ടല്ലോ, അവൻ അയച്ചു തന്നതാ. 50 ലക്ഷമോ? അതെ അതെ. ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഐ ലവ് യു. ഐ ലവ് യു ടു സോ മച്ച് മൈ സിസ്റ്റർ. അയ്യോ, വളരെ വൈകി. ഞാൻ എന്നാ പോട്ടെ. ശരി. ശരി. പോയിട്ട് വാ. ബൈ. ശ്രദ്ധിച്ചു പോണേ. ശരി ചേട്ടാ.
ഹലോ ഹലോ. നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിനക്കതൊക്കെ തിരിച്ചു വേണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിന്റെ വീടിനടുത്തുള്ള ആ പാർക്കിംഗ് യാർഡിൽ 80 ലക്ഷം കൊണ്ടുവന്ന് വെക്കണം, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എല്ലാ ഫോട്ടോയും ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ പോലീസിൽ പോവാന്ന് കരുതണ്ട. അങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഹലോ 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 ഹലോ. 80 ലക്ഷമോ? 80 ലക്ഷം? 80 ലക്ഷം ഞാനിനി എന്ത് ചെയ്യും? നിന്നെ സഹായിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാലിനി, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഇത് പുറത്താരെങ്കിലും അറിഞ്ഞ എൻ്റെ ചേട്ടനെ എൻ്റെ അനിയനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. എനിക്ക് ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ മാർഗം. എന്താടി ഇങ്ങനെ? ദയവ് ചെയ്ത് ഇങ്ങനൊന്നും സംസാരിക്കരുത്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുക. വരാൻ എങ്ങനെയായാലും ഒരാഴ്ചയാവും. അതിരിക്കട്ടെ, നീ എത്രയാ റെഡിയാക്കിയിരിക്കുന്നത്? അത് ഏകദേശം ഒരു 50 ലക്ഷം റെഡിയായിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ പൈസയല്ല, NGOയ്ക്ക് വേണ്ടി വന്നതാ. അങ്ങനെയാണെങ്കിൽ ഒരു 30 ലക്ഷം കുറവാണല്ലേ? ചെക്ക് കൊടുത്ത് പരമാവധി ക്യാഷ് കളക്ട് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്യാം. നീ സങ്കടപ്പെടണ്ട, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പ്ലീസ്, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശാലിനി. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. ഞാൻ നിനക്ക് തരുന്ന പണം നീ സമയം പോലെ എനിക്ക് തന്നാ മതി. നീ വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തുതരാം. എൻ്റെ ചേട്ടനോട് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ആ പൈസ അറേഞ്ച് ചെയ്യും. പക്ഷേ എനിക്ക് ഇത്രയും തുക ഒന്നിച്ചു തരാൻ പറ്റത്തില്ല. കുറച്ച് കുറച്ചായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ നിന്റെ കട അടച്ചോളാം. ഡോൺ വറി. നോ 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 ഇഷ്യൂസ്. എനിക്കൊക്കെയാണ്. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിന്റെ അനിയൻ്റെ കാര്യത്തിൽ അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നീ എന്താ പറഞ്ഞു വരുന്നത്? രാജ് എൻ്റെ കൂടെ പിറപ്പാ. അതിനൊരു സാധ്യതയില്ല. നീ എന്തായി പറയുന്നേ? ഇല്ല. നീയല്ലേ രാജിന് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം. പക്ഷെ നീ വിഷമിക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തു തരാം. എന്താ, ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച് ശാലിനി. താങ്ക് യു. ദാ നോക്കി, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോവാ. ഞാൻ പിന്നെ കോൾ ചെയ്യാം. എന്നാ ശരി, ബൈ. ടേക്ക് കെയർ.
ഹലോ ആരാ കോള് ചെയ്തത്? എന്ത് പറ്റി? ഇടി ആരാ കോൾ ചെയ്തേ? എല്ലാം ഡിലീറ്റ് ചെയ്തെന്ന്. ഫൈനലി ഇനി നമുക്ക് സമാധാനത്തോടെ ശ്വാസം വിടാം. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഓ ഗോഡ്, നീയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ശാലിനി? പറ, ഇന്ന് എന്റെ സ്ഥിതി എന്തായിരിക്കും? ഇതിൽ കൂടുതൽ നീ ഒന്നും സംസാരിക്കണ്ട. പല പ്രാവശ്യവും നീ എനിക്ക് പണം തന്ന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ റിലാക്സ് ആയിട്ടിരി, ഓക്കെ? ശാലിനി, അയാള് സത്യമായിട്ട് എൻ്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തതാണോ? ഒരുപക്ഷെ അയാള് കള്ളം പറയുകയാണെങ്കിലോ? അല്ലേ? ഇത്രയും വലിയ എമൗണ്ട് അയാൾ നിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ചെയ്ത് കാണും. ആവശ്യമില്ലാതെ നീ കൺഫ്യൂഷൻ ആകാതെ. അയാൾ തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്ത് കാണും. എന്ത് പറ്റിയടി? നീ ഒന്ന് സങ്കടപ്പെടാതിരിക്കുക. എല്ലാം ഡിലീറ്റ് ചെയ്തെന്നല്ലേ അയാൾ നിന്നോട് പറഞ്ഞത്? ആ ശരി ശരി. എന്നാ സാറേ നിങ്ങളുടെ പണം? ഇതിൽ പറഞ്ഞ 60 ലക്ഷം ഇല്ലേ? ഉണ്ട് സാറേ. നിന്റെ കമ്മീഷൻ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല? ആ എടുത്തു സാറേ. പക്ഷെ നിങ്ങളുടെ നല്ല പ്ലാനായിരുന്നു സാറേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്ത് ബ്രദർ ഓഫ് ഇന്ത്യ ആയിരിക്കണമെന്നാണോ? അതൊന്നും പോരാഞ്ഞിട്ട് ആ രണ്ടാം കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണമെന്നാണോ? എനിക്കിത് വട്ടുണ്ടോ? എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളുണ്ട്, ഒരു ജീവിതമുണ്ട്. മാത്രമല്ല എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. അതുമാത്രമല്ല, ഞാൻ ബാങ്കോക്കിൽ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ എടുത്തു. ഇനി ആ കമ്പനിയിൽ ഒരു കോപ്പുമില്ല. മാത്രമല്ല ആ ഫ്ലാറ്റ് ഞാൻ ലീസിന് കൊടുക്കുകയും ചെയ്തു. അടുത്ത ആഴ്ച ഞാൻ ഇവിടുന്ന് ബാങ്കോക്കിലേക്ക് പറക്കും. പിന്നെ പാർട്ടിക്കാരൊന്ന് ഫ്ലാറ്റിൽ പൊസിഷൻ എടുക്കും. മാത്രമല്ല ഇവറ്റകളെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് അവർ പുറത്താക്കുകയും ചെയ്യും. സത്യത്തിൽ നിങ്ങൾ അടിപൊളിയാ സാറേ. ഓക്കെ, ബൈ. ബൈ, സീ യു. അല്ല അതിരിക്കട്ടെ, നീ ശരിക്കും ആ ഫോട്ടോസൊക്കെ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്തല്ലോ അല്ലേ? ചെയ്തു സാറേ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10,000 രൂപയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും മടിക്കാത്ത കാലമാണിത്. ഇല്ല സാറേ, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, തീർച്ചയായും. ഓക്കെ ഓക്കെ, ബൈ. ബൈ സാറേ.